അപ്പം നമ്മുടെ ഇന്നത്തെ കഥ. പക്ഷെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അത് വേറൊന്നുമില്ല, ഈ സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ചെയ്യുമെന്ന് ചോദിച്ച് 2-3 ദിവസമായി ഒരുത്തൻ കമൻറ്റ് ചെയ്യുന്നു. ഈ സിനിമയുടെ പേരാണ് യൂഷ്വൽ സസ്പെക്റ്റ്. ആൻഡ് ഞാൻ ആ സിനിമ കണ്ടു. സത്യം പറഞ്ഞ ഈ സിനിമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പഴയ പടമായതുകൊണ്ട് തന്നെ കാണാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു, അവനക്ക് വേണ്ടി കണ്ടു. ആൻഡ് മോനെ, നീ റെക്കമെൻഡ് ചെയ്ത പടം ഉണ്ടല്ലോ, ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. ഈ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് എവിടെ തിരഞ്ഞാലും കാണാൻ പറ്റും. ലോകം കണ്ട മികച്ച ട്വിസ്റ്റുകളിലൊന്നാണ് ഈ സിനിമയിലെ ട്വിസ്റ്റ്. ഇതൊരു പഴയ പടമാണ്, അക്കാലത്തെ ട്വിസ്റ്റാണ്. ഇത് ഇന്ന് ചിലപ്പോൾ വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഈ സിനിമ കണ്ട് ക്ലൈമാക്സ് എത്തിയപ്പോൾ ഞാൻ അങ്ങ് വണ്ടറടിച്ചു പോയി. ഒരു നല്ല ക്രൈം സിനിമക്ക് കിട്ടാവുന്ന ഒരു മികച്ച ട്വിസ്റ്റ്, അതാണ് ഈ സിനിമയിലെ ട്വിസ്റ്റ്. 5 കള്ളന്മാർ ചേർന്ന് ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ആ മിഷൻ എന്താണെന്നോ അവരുടെ ദൗത്യം എന്താണെന്നോ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അത് നിങ്ങളായിട്ട് കണ്ടറിയുക. കാരണം ഈ സിനിമയുടെ വൺ ലൈൻ പോലും നമുക്ക് ശരിക്കും പറയാൻ പറ്റില്ല. സോ ഈ സിനിമ കണ്ടറിയുക, എന്നിട്ട് സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. കാലിഫോർണിയ, അവിടെയാണ് ഈ കഥയുടെ ആരംഭം. ഒരു കപ്പലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കപ്പലിനകത്ത് ആകെ ചോരയാണ്, ശവങ്ങളാണ്. മരിക്കാതെ ബാക്കിയുള്ള കീറ്റൻ മാത്രം. എന്നാൽ കാലിൻ്റെ മേളിലൊരു ബുള്ളറ്റ് കൊണ്ടിട്ടാണ് അവൻ കിടക്കുന്നത്. ഈ സമയത്താണ് ഒരു കറുത്ത സ്യൂട്ട് ധരിച്ചൊരാൾ കീറ്റനെ കാണാൻ വരുന്നത്. കൈസർ സോസെ. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ല. അയാളുടെ മുഖം കാണിക്കുന്നില്ല. പക്ഷെ കൈസറിനെ കണ്ടപാട് കീറ്റൻക്ക് മനസ്സിലായി താൻ മരിക്കാൻ അധിക സമയം ബാക്കിയില്ല എന്ന്. ഒരു ചിരിയോടെയാണ് കൈസറിൻ്റെ തോക്കിൻ്റെ മുമ്പിലോട്ട് അവൻ തലയങ്ങ് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ കൈസർ കൊല്ലുന്നു. ആ കപ്പൽ അങ്ങ് കത്തിക്കുന്നു. ഇതിനെല്ലാം ഒരേ ഒരു സാക്ഷി മാത്രം, വെർബൽ. അയാൾ ജസ്റ്റ് ഒരു സാക്ഷി മാത്രമല്ല, മരിച്ച കീറ്റൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ്. അങ്ങനെ പോലീസുകാർ വെർബലിനെ ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് വെർബൽ അവരുടെ കഥയങ്ങ് പറയാൻ തുടങ്ങുന്നത്. ഏകദേശം 6 ആഴ്ചകൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ ഗൺ പാർട്സ് കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് ആരോ ഹൈജാക്ക് ചെയ്തു. അവിടുന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ഈ സംഭവത്തെ തുടർന്ന് പോലീസുകാർ 5 പേരെയാണ് അറസ്റ്റ് ചെയ്തത്, ഇൻക്ലൂഡിങ് കീറ്റൻ ആൻഡ് വെർബൽ. പക്ഷെ അവരുടെ മുഖത്തൊന്നും ഭയം എന്ന് പറയുന്ന വികാരമില്ല. അതിനൊരു കാരണമുണ്ട്. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു മോഷണം നടന്നാൽ, അല്ലെങ്കിൽ ഒരു ഹൈജാക്ക് നടന്നാൽ, ഇനി അതുമല്ല ഒരു സ്കാം നടന്നാൽ പോലും പോലീസുകാർ ഇവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുക. കാരണം അവരാണ് ദി യൂഷ്വൽ സസ്പെക്റ്റ്. സ്ഥിരം പ്രതികളെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ പോലീസുകാർ ബാക്കിയുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. ഈ സമയത്താണ് വെർബലിനെ മുഴുവനായിട്ടൊന്ന് കാണിക്കുന്നത്. അവൻ ഹാൻഡിക്യാപ്ഡ് ആണ്. അങ്ങനെ പോലീസുകാർ ഈ 5 പേരെ മാറി മാറി ചോദ്യം ചെയ്യുന്നു. ഇതാണ് മെക്മാനസ്. പുള്ളിക്കാരൻ കുറച്ച് എക്സെൻട്രിക് ആണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തോക്കെടുക്കും. ഇതാണ് ഫെൻസ്റ്റർ, നേരത്തെ കണ്ട മെക്മാനസിന്റെ പ്രിയ സുഹൃത്തും പാർട്ട്ണറും. പിന്നെ ഒരു സ്മാർട്ട് മാനാണ്. ഇവനാണ് ടോഡ്. എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ ഇവൻ കഴിഞ്ഞിട്ടുള്ളൂ ആരും. ആൻഡ് കീറ്റൻ, അവനോട് മാത്രം പോലീസുകാർക്ക് കുറച്ചധികം ദേഷ്യമുണ്ട്. അതിനൊരു വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. അങ്ങനെ ഇവർ 5 പേരെയും ഒരേ സെല്ലിലടക്കുന്നു. അപ്പോഴാണ് വെർബൽ ആരാന്ന് പറയുന്നത്. കീറ്റൻക്ക് മാത്രമേ വെർബലിനെ പരിചയമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡേയ്, താനാരാ? എൻ്റെ പേര് വെർബൽ. ഞാൻ പണ്ടൊരു സ്കാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നല്ല പേരാ. കീറ്റനും ഞാനും 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇനി വെർബലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. പുള്ളിക്കാരനെങ്ങാനും വാ തുറന്നാൽ പിന്നെ അടയ്ക്കാൻ കുറച്ച് പാടാ. വളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം പറഞ്ഞ് ഒരവിയൽ പരിവാക്കി തരും. അതാണ് വെർബൽ. ഇനി ബാക്കിയുള്ളവർ മെക്മാനസ്, ഫെൻസ്റ്റർ, ടോഡ്. ഇവർ 3 പേരും കുറേ വർഷങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇവരുടെ ടീമിലായിരുന്നു പണ്ട് കീറ്റൻ. എന്നാലിപ്പോൾ എല്ലാം നിർത്തി നല്ലവനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരനിപ്പോൾ ഒരു വൈഫുണ്ട്, ഒരു ജീവിതമുണ്ട്. അതൊന്നും നശിപ്പിക്കാൻ താൻ തയ്യാറല്ല. ഇങ്ങരുടെ വൈഫിൻ്റെ പേരാണ് ലീന. അവളൊരു ക്രിമിനൽ ലോയറാണ്. കീറ്റൻ എല്ലാം നിർത്തിയതുകൊണ്ട് മെക്മാനസിന് നല്ല ദേഷ്യമുണ്ട്. ഇതാര്? കീറ്റണോ? നീ നല്ലവനായി എന്ന് കേട്ടല്ലോ, ശരിയാണോ? നീ ചുമ്മാ ചൊറിയാൻ നിൽക്കല്ലേ. ഞാൻ ആലോചിക്കുന്നത് ഇതൊന്നുമല്ല. സാധാരണ പോലീസുകാർ സംശയത്തിൻ്റെ പേരിൽ നമ്മളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വേറെയും കുറച്ച് ആൾക്കാരുണ്ടാവും. ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാർ, മുഖം കൊണ്ട് സംശയം തോന്നുന്ന ആൾക്കാർ, അങ്ങനെ സകലരും ഉണ്ടാവും. പക്ഷെ ഇവിടെ ക്രിമിനൽസായ പരസ്പരം അറിയാവുന്ന 5 പേര് മാത്രം. അതിലെന്തോ കളിയുണ്ട്. അതെന്തേലാവട്ടെ, ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പുതിയൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. കുറച്ച് ക്യാഷ് തടയുന്ന കേസാണ്. നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ പണി അങ്ങ് പിടിക്കാം. ഇത് കേട്ടേക്ക് കീറ്റനൊഴികെ എല്ലാവരും ഓക്കെ പറയുന്നു. അവൻക്കതിലൊന്നും ഇപ്പം യാതൊരു താല്പര്യവുമില്ല. ഇവിടെ സ്റ്റേഷനിലായോണ്ട് തന്നെ തൽക്കാലം മെക്മാനസ് പണി എന്താന്ന് പറയുന്നില്ല.
അങ്ങനെ ഈ സമയത്താണ് പാസ്റ്റ് കട്ടായിട്ട് പ്രസൻറ്റ് കാണിക്കുന്നത്. രാവിലെയായി. കത്തിയെരിഞ്ഞ കപ്പൽ നിറച്ചും പോലീസുകാരാണ്. 23 ഡെഡ് ബോഡികളാണ് ആ കപ്പലിനകത്ത്. എന്നാൽ DNA പോലും കിട്ടാത്ത വിധത്തിൽ ആ ശവങ്ങളെല്ലാം വെന്ത് വെണ്ണീറായിരിക്കുന്നു. ഇതാണ് ഏജന്റ് ബെയർ. അവനാണ് ഇവിടുത്തെ ഇൻചാർജ്. എന്തായി, വിറ്റ്നസ്സോ മറ്റോ അല്ലെങ്കിൽ രക്ഷപ്പെട്ട ആരെങ്കിലും? സർ, 2 പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒന്നൊരു ഹാൻഡിക്യാപ്ഡ് ആണ്. പുള്ളിക്കാരനാണ് ഏക സാക്ഷി, വെർബൽ. അവനിപ്പോൾ സ്റ്റേഷനിലുണ്ട്. ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെയുള്ളത് സാക്ഷിയല്ല, വിക്റ്റിമാണ്. അയാൾ ഹോസ്പിറ്റലില്ല. അയാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അയാളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഇതേ സമയം സ്റ്റേഷനാണ് കാണിക്കുന്നത്. കീറ്റന്റെ മരണവാർത്ത അറിഞ്ഞ് ഫ്ലൈറ്റ് പിടിച്ചെത്തിയിരിക്കുകയാണ് സാക്ഷാൽ ഏജന്റ് കുയാൻ. ആളൊരു കസ്റ്റംസ് ഓഫീസറാണ്. കീറ്റനുമായിട്ട് കുറേ വർഷത്തെ പരിചയമുണ്ട്. ആൻഡ് കീറ്റനോട് ഭയങ്കര ദേഷ്യമുണ്ട് അയാൾക്ക്. അയാൾക്ക് എന്നല്ല, എൻ്റയർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്. ഇവിടെ ബോഡികളാണെങ്കിൽ കത്തി നശിച്ച നിലയിലാണ്. അതുകൊണ്ട് ഐഡന്റിഫിക്കേഷൻ പ്രോസസ് ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല. വെർബലിന്റെ മൊഴി അനുസരിച്ച് മാത്രമേ ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അത് പ്രകാരം കീറ്റൻ മരിച്ചു എന്നാണ് പറയുന്നത്. സോ വെർബലിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാനാ കുയാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. 2 മണിക്കൂറിനുള്ളിൽ വെർബലിന്റെ ബെയിൽ വരും. സോ അതിനകം ചോദ്യം ചെയ്യൽ കംപ്ലീറ്റ് ചെയ്യണം. അത് മാത്രമല്ല, പോലീസുകാർ കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ കപ്പലിനകത്ത് ഗംഭീര ഡ്രഗ് ഡീലാണ് അരങ്ങേറുന്നുണ്ടായിരുന്നത്. അതും 91 മില്യൺ വെർത്ത് വരുന്ന ഒരു ഗംഭീര ഡീൽ. പക്ഷെ കപ്പലിനകത്തുനിന്ന് മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ സമയത്താണ് ഏജന്റ് ബെയർ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. അതും ആ കപ്പലിലുണ്ടായിരുന്ന ഇപ്പം ജീവനോടെയുള്ള ഏക വിക്ടിമിനെ കാണാൻ. അയാളുടെ കണ്ടീഷനാണെങ്കിൽ കുറച്ച് മോശമാണ്. ബോഡിയുടെ 60% പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ ബെയർ അയാളുമായിട്ട് സംസാരിക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ അങ്ങേര് സംസാരിക്കുന്നത് ഹംഗേറിയൻ ഭാഷയാണ്. ബെയറിനാണെങ്കിൽ ഒരു വക മനസ്സിലാവുന്നില്ല. അങ്ങനെ ബെയർ വേഗം തന്നെ സ്റ്റേഷനിലോട്ട് വിളിക്കുന്നു. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹംഗേറിയൻ ഭാഷ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരനെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹംഗേറിയൻ എന്തൊക്കെയോ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അയാളൊരു പേരങ്ങ് പറയുന്നു. അതും അത്രയും ഭയത്തോടെ. ആ പേര് പറയുന്ന സമയത്ത് അയാളുടെ BP വല്ലാതെ ഷൂട്ട് ചെയ്യുന്നു. അയാൾ പറഞ്ഞ പേര് കൈസർ സൊസെ എന്നായിരുന്നു. ആ പേര് കേട്ടേക്ക് ബെയർ ആണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഇതേ സമയം സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഏജന്റ് കുയാൻ വെർബലിനെ വിളിപ്പിക്കുന്നു കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? നിന്റെ കൂട്ടാളികളുടെയും കഥ, എസ്പെഷ്യലി നിന്റെയൊക്കെ കീറ്റന്റെ കഥ. അപ്പോഴാണ് കീറ്റൺ ആരാന്നും എന്താന്നും നമുക്കങ്ങ് റിവീലാക്കി തരുന്നത്. കീറ്റൺ അവനൊരു പോലീസുകാരനായിരുന്നു. ഏതൊരു പോലീസുകാരനെയും തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് പണം. അതേ പണം കാരണം അവനൊരു കറപ്റ്റഡ് പോലീസുകാരനായിട്ട് മാറി. ഫോഴ്സിൽ നിന്ന് പുറത്താക്കി നല്ലൊരു ഉഗ്രൻ കള്ളനായിട്ട് മാറി. ഇതുകൊണ്ടൊക്കെയാണ് പോലീസുകാർക്ക് അവനോട് അത്രയും ദേഷ്യം വരാൻ കാരണം. അങ്ങനെ കുയാൻ വെർബലിനോട് കഥകളെല്ലാം ചോദിച്ചറിയുന്നു. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞ അവൻ എവിടെയാണോ പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ കഥ പിന്നെയും പാസ്റ്റിലോട്ട്. അന്ന് രാത്രി ഹൈജാക്ക് ചെയ്ത ട്രക്കിനെ കുറിച്ച് പോലീസുകാർക്കൊരു തേങ്ങയും കിട്ടുന്നില്ല. ഒരു വാറണ്ട് പോലും ഇല്ലാണ്ടാണ് കീറ്റണെ സംഘത്തെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം നേരം പിടിച്ചു നിർത്താൻ കഴിയില്ല. സോ എല്ലാത്തിനെയും പറഞ്ഞുവിടുന്നു. അങ്ങനെ ലീന സ്റ്റേഷനിലെത്തി. ഇവിടെ കീറ്റനാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറിയിട്ടാണ് ഇരിക്കുന്നത്. എത്ര നന്നാവാൻ ശ്രമിച്ചാലും ഒരിക്കൽ കള്ളനായ അവൻ എന്നും കള്ളനാവും. എല്ലാം നിർത്തി നല്ലൊരു ബിസിനസ് തുടങ്ങാനിരിക്കുകയായിരുന്നു കീറ്റൺ. പക്ഷെ ഇന്നത്തെ അറസ്റ്റ് കാരണം അവൻ്റെ ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്ന് പിന്മാറി. ചുരുക്കി പറഞ്ഞ ജീവിതകാലം മുഴുവൻ പോലീസുകാരങ്ങരുടെ പിന്നാലെ തന്നെയുണ്ടാവും. അവൻക്കൊരിക്കലും ഒരു ഇൻവെസ്റ്ററിനെ കിട്ടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് മെക്മാനസ്, ഫെൻസ്റ്റർ, ടോഡ് ആൻഡ് വെർബൽ അവനെ ഒരു നോട്ടം നോക്കുന്നത്. രക്ഷപ്പെടാൻ പൈസയാണ് ആവശ്യം. ആ പൈസ ഉണ്ടാക്കാൻ മെക്മാനസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കൊട്ടേഷൻ ഉണ്ട്. ഇവർക്കാണെങ്കിൽ ആ പണി പൂർത്തിയാക്കാൻ ടീമിലൊരു അഞ്ചാമൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ വെർബൽ കീറ്റണെ കാണാൻ പോകുന്നു. പോവാന്ന് മാത്രമല്ല, ആ കൊട്ടേഷനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ന്യൂയോർക്കിലെ ഫൈനസ്റ്റ് ടാക്സി സർവീസ് കുറച്ച് എമറാൾഡ് സ്മഗിൾ ചെയ്യാൻ പോകുന്നു. അത് കൊള്ളയടിക്കുക, ഇത്താണ് പണി. പക്ഷെ ടാക്സി സർവീസ് എന്ന് കേട്ടപാട് കീറ്റൻ അങ്ങ് ചൂടാവുന്നു. അതിനൊരു കാരണമുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. വെർബൽ, നീ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറ. നമ്മൾ പോകുന്നു, സാധനം മോഷ്ടിക്കുന്നു, വിൽക്കുന്നു. അതിന് മോഷണം മുതൽ വാങ്ങാനായിട്ട് ബയ്യർ വേണ്ടേ? മെക്മാനസിൻ്റെ കയ്യിൽ ബയ്യറുണ്ട്. അയാളുടെ പേരാണ് റെഡ് ഫുട്ട്. പക്ഷേ ഈ കൊട്ടേഷനിൽ ഒരു പ്രശ്നമുണ്ട്. മെക്മാനസ് പറയുന്നത് ടാക്സി സർവീസിലുള്ളവരെ കൊന്നതിന് ശേഷം സാധനം എടുക്കാമെന്ന്. എന്നാൽ ഒരാളുടെയും ചോര ചിന്താണ്ട് ദൗത്യം നടപ്പിലാക്കാൻ എൻ്റെ കയ്യിലൊരു പ്ലാനുണ്ട്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ നീയും വേണം. നിനക്ക് മാത്രമേ എന്നെ ശരിക്കും അറിയുള്ളൂ. അതുകൊണ്ട് നീയുണ്ടെങ്കിലേ അവരെന്നെയും കൂടെ നിർത്തത്തുള്ളൂ. കീറ്റൺ 3 മില്യൺ വിലമതിക്കുന്ന എമറാൾഡാണ്. വിട്ടുകളഞ്ഞാൽ അത് വല്ലാത്തൊരു നഷ്ടമാവും. ഇത് കേട്ടേക്ക് കീറ്റൺ അങ്ങ് ഓക്കെ പറയുന്നു, കൂടെ നിൽക്കുന്നു. അങ്ങനെ മോഷണം ആരംഭിച്ചു. ഇനി നേരത്തെ പറഞ്ഞ ന്യൂയോർക്ക് ഫൈനസ്റ്റ് ടാക്സി സർവീസിനെ കുറിച്ച് പറയാം.
ഇതൊരു സാധാരണ ടാക്സി സർവീസ് അല്ല. ഈ സർവീസ് ചെയ്യുന്നത് ന്യൂയോർക്കിലെ തന്നെ കറപ്റ്റഡ് പോലീസുകാരാണ്. അവരുടെ ഒരു റിങ്ങാണ് ഈ ടാക്സി സർവീസ് എന്ന് പറയുന്നത്. വലിയ വലിയ സ്മഗ്ലേഴ്സിനെ അവർക്ക് വേണ്ട സ്ഥലത്തോട്ട് എത്തിച്ചു കൊടുക്കും വിത്ത് പോലീസ് എസ്കോട്ട്. അങ്ങനെ ടാക്സി സർവീസ് ഒരു സ്മഗ്ലറിനെ കൊണ്ടുപോകുന്നു. അയാളുടെ കയ്യിലാണ് എമറാൾഡ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീംസ് എല്ലാവരും കൂടെ ആ വണ്ടി അങ്ങ് വളയുന്നത്. 4 സൈഡിൽ നിന്ന് മാസ്കും ധരിച്ചൊരു വാന് കൊണ്ടാണ് അവർ വളയുന്നത്. വളയാന്ന് മാത്രമല്ല, ഫെൻസ്റ്റർ ഒരു ചുറ്റിക കൊണ്ട് ആ വണ്ടിയുടെ ചില്ലങ്ങ് അടിച്ച് തകർക്കുന്നു. എന്നിട്ട് എമറാൾഡ് സ്വന്താക്കുന്നു, സ്ഥലം വിടുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് ആ വണ്ടി അങ്ങ് കത്തിക്കുന്നുണ്ട്. സോ മോഷണം ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ പോകുന്നതിന് മുമ്പ് മീഡിയാസിനെ വിളിച്ച് ഈ പോലീസറുടെ പേര് ഒറ്റിക്കൊടുത്തോണ്ടാണ് അവർ സാധനം കൊണ്ടുപോകുന്നത്. സോ ഈ ടാക്സി സർവീസ് റിങ്ങിലെ ഏകദേശം 50 പോലീസുകാരുടെ ജോലിയാണ് തെറിക്കുന്നത്. ആ ഒരു പോയിന്റ് വെച്ച് കഥ വീണ്ടും പ്രസന്റിലോട്ട് പോകുന്നു. ഇത്രയും നേരത്തെ കഥ കേട്ടിട്ട് ഏജന്റ് കുയാൻ ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. മോനെ വെർബലെ, ആ കീറ്റൺ ആരാന്നും എന്താന്നും നിനക്കൊന്നും ശരിക്കും അറിയില്ല. എൻ്റെ ഒരു തിയറിയെക്കുറിച്ച് ഞാൻ പറയട്ടെ. കീറ്റൻ ഒരു പോലീസുകാരനായിരുന്നു. അയാളേക്കാൾ നന്നായിട്ട് ടാക്സി സർവീസിനെ കുറിച്ച് വേറെ ആർക്കും അറിയില്ല. ബിക്കോസ് ഹീസ് കറപ്റ്റഡ്. ചുരുക്കി പറഞ്ഞ ടാക്സി സർവീസിനെ അടിച്ച് എമറാൾഡ് കൈക്കലാക്കാം എന്ന കൊട്ടേഷൻ ഏതെങ്കിലും വഴി അവൻ തന്നെയായിരിക്കും നിന്റെയൊക്കെ മെക് മാനസിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടാവുക. ഇതൊന്നും അറിയാണ്ട് മണ്ടന്മാരെ പോലെ നീയൊക്കെ അവനക്ക് വേണ്ടി പണിയെടുത്തു. ഇതാണ് സംഭവം. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും വെർബൽ സ്റ്റിൽ കീറ്റനെ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് ഹോസ്പിറ്റൽ കാണിക്കുന്നത്. ഹംഗേറിയൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ട്രാൻസ്ലേറ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഏജന്റ് ബയർ. അങ്ങനെ കപ്പലിൽ വെച്ചിട്ട് എന്താണ് നടന്നതെന്നുള്ളത് ചോദിക്കുന്നു. അപ്പോഴാണ് ഹംഗേറിയൻ ഞെട്ടിക്കുന്നൊരു കാര്യം പറയുന്നത്. കപ്പലിൻ്റെ അകത്ത് വെച്ച് നടന്നത് ഒരു ഡീല് തന്നെയാണ്. അതും 91 മില്യൻ്റെ ഡീല്. പക്ഷെ അത്രയും ക്യാഷ് മുടക്കുന്നത് മയക്കുമരുന്നിന് വേണ്ടിയല്ല, മറ്റെന്തിനോ വേണ്ടിയാണ്. പക്ഷെ എന്താണെന്നുള്ളത് അയാൾക്കറിയില്ല. ജസ്റ്റ് ഒരു ലോക്കൽ ഗുണ്ട മാത്രമാണ് ഈ ഹംഗേറിയൻ. സോ ഡീലിനെ കുറിച്ചൊന്നും അയാൾക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാൽ ഡെവിളിനെ കുറിച്ചറിയാം. ഒരു ചെകുത്താൻ വന്നു തൻ്റെ കണ്ണിലേക്ക് നോക്കി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെകുത്താനെ കുറിച്ച് പറയുമ്പോൾ അയാൾ വല്ലാതെ പാനിക്കാവുന്നു. അങ്ങനെ ബയർ ആരാണ് ഈ ചെകുത്താൻ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അയാൾ ആ പേര് പിന്നെയും ആവർത്തിക്കുന്നത്, കൈസർ സോസെ. ആ പേര് കേട്ടേക്ക് ബാക്കിയുള്ള പോലീസുകാരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താൻ ശരിക്ക് കണ്ടോ കൈസർ സോസേനെ? ഒരു ചെകുത്താനുമായിട്ട് കൈസർ സോസേനെ താരതമ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്. കൈസർ വന്നു, കുറേ ആളുകളെ കൊന്നു, കപ്പലിന് തീവച്ചു എന്നൊക്കെയാണ് ഹംഗേറിയൻ പറയുന്നത്. താൻ ശരിക്ക് കണ്ടോ കൈസർ സോസേനെ? യെസ്. ഇത് കേട്ടേക്ക് ഏജന്റ് ബയർ വേഗം തന്നെ കാരിക്കേച്ചർ ആർട്ടിസ്റ്റിനെ വിളിപ്പിക്കുന്നു. കൈസർ സോസേനെ വരയ്ക്കാൻ നോക്കുന്നു. ഇതേ സമയം സ്റ്റേഷനാണ് കാണിക്കുന്നത്. മോനെ വെർബലെ, ഞാൻ ഇപ്പോഴും പറയേ, ആ കീറ്റൺ മരിച്ചിട്ടില്ല. കപ്പലിനകത്ത് വെച്ച് നടന്ന കേയോസ് അവൻ്റെ പ്ലാനായിരിക്കും. നീയൊക്കെ എന്നത്തെയും പോലെ മണ്ടന്മാരായിട്ട് നിന്നു കൊടുക്കുക. അതാണ് ഇവിടെ നടക്കുന്നത്. കപ്പലിൽ വെച്ച് കീറ്റൺ മരിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഞാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞ കപ്പലിലെ കേയോസ്, അതിനെല്ലാം കാരണം ആ പന്ന ലോയറാ എന്നും പറഞ്ഞ് കഥയുടെ ബാക്കി പറയുന്നു. സോ വീണ്ടും പാസ്റ്റിലോട്ട്. അങ്ങനെ കൊള്ളയടിച്ച് എമറാൾഡുമായിട്ട് ലോസ് ഏഞ്ചലസിലോട്ട് പോകുന്നു. അവിടെയാണ് മെക് മാനസിൻ്റെ ബയ്യർ റെഡ് ഫൂട്ട്. അങ്ങനെ റെഡ് ഫൂട്ട് വരുന്നു, സാധനം കൊടുക്കുന്നു, ക്യാഷ് വാങ്ങുന്നു. ഈ സമയത്താണ് റെഡ് ഫൂട്ട് പുതിയൊരു കൊട്ടേഷനെ കുറിച്ച് പറയുന്നത്. ഒരു പണക്കാരൻ ഡൗൺ ടൗണിലെ ഹോട്ടലിലുണ്ട്. പുള്ളിക്കാരൻ്റെ കയ്യിൽ എപ്പോൾ നോക്കിയാലും ജുവൽസ് ഉണ്ടാവും. അത് അടിച്ചുകൊണ്ട് വരിക. പക്ഷെ 2-3 ബോഡി ഗാർഡ്സ് ഉണ്ടാവും. അത് മറികടന്ന് വേണം സാധനം അടിച്ചുകൊണ്ട് വരാനായിട്ട്. ഇത് കേട്ടേക്ക് മെക് മാനസ് ആലോചിക്കാമെന്നും പറഞ്ഞ് ക്യാഷ് വാങ്ങുന്നു. എന്നാൽ കൊട്ടേഷൻ എടുക്കാനായിട്ട് കീറ്റന് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ എത്ര തേച്ചൊരച്ച് വിളിച്ചാലും കീറ്റൻ തന്നെയാണല്ലോ. സോ അവരെല്ലാവരും കൂടെ ആ കൊട്ടേഷൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഗണ്ണും കൊണ്ടങ്ങ് വളയാണ് ഈ പണക്കാരനെയും ബോഡി ഗാർഡിനെയും. പണക്കാരൻ്റെ കയ്യിലെ സ്യൂട്ട് കേസ്, അതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ അയാളത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് ബോഡി ഗാർഡ്സ് അവരുടെ തലയ്ക്കങ്ങ് ഗണ്ണ് വെക്കുന്നത്. ഇത് കണ്ടേക്ക് മെക് മാനസ് ആ 2 ബോഡി ഗാർഡ്സിനെയും അങ്ങ് തീർക്കുന്നു. പക്ഷെ എന്നിട്ടും അയാൾ ആ സ്യൂട്ട് കേസ് കൊടുക്കുന്നില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറുകയാണ് വെർബലിന്. പിന്നെ അവനൊന്നും നോക്കിയില്ല, ആ പണക്കാരനെ അങ്ങ് ഇല്ലാതാക്കുന്നു. അവർക്കിടയിലെ ചോര ചിന്തണ്ടായെന്നുള്ള നിയമം കയ്യിന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്യൂട്ട് കേസ് ഒന്ന് തുറന്നു നോക്കുന്നത്. അതിനകത്ത് ജുവൽസും പണമൊന്നുമില്ല, ഡ്രഗ്സാണ്. ഇത് കണ്ടേക്ക് ഇവർക്കാണെങ്കിൽ ആകെ ഭ്രാന്ത് കയറുന്നു. ഈ മയക്കുമരുന്നുകൊണ്ട് അവരെന്ത് ചെയ്യാനാ? അങ്ങനെ അവർ റെഡ് ഫൂട്ടിനെ കാണാൻ പോകുന്നു. അവനോട് പൊടുക്കത്തെ ദേഷ്യമാണ്. പണം, ജുവൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊട്ടേഷൻ ഇറങ്ങി തിരിച്ച്. എന്നിട്ടിപ്പോൾ ഒന്നുമില്ല. എടാ പന്നെ റെഡ് ഫൂട്ടേ, ചതിക്കരുന്നല്ലേ? എനിക്കറിയണ്ടായിരുന്നില്ല ഇതൊരു ചതിയാന്ന്. ഈ ജോലി എന്നെ ഏൽപ്പിച്ച് ഒരു ലോയറാണ്. പക്ഷെ ആ ലോയർക്ക് മുകളിൽ വേറെ ആരോ ഉണ്ട്. അയാൾ ജസ്റ്റ് ഒരു മിഡിൽ മാൻ മാത്രമാണ്. പറ, എവിടെയുണ്ട് നിന്റെ ലോയർ? അയാൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ലോയറിനെ മീറ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു.
ഈ സമയത്താണ് മെക്മാനസ് ഒരു കാര്യം പറയുന്നത്. റെഡ് ഫൂട്ട്, ഇനി നീ വല്ല കണ്ണന്തിരിവും കാണിച്ച. ഇത് കേട്ടേക്ക് റെഡ് ഫൂട്ട് അവൻ്റെ കയ്യിലെ സിഗരറ്റ് മെക്മാനസിൻ്റെ മുഖത്തോട്ടങ്ങ് വലിച്ചെറിയുന്നു. പിന്നെ പറയണ്ടല്ലോ, രണ്ടു കൂട്ടരും തോക്കെടുക്കുന്നു. മോനെ മെക്മാനസ്, ബോഡി ഗാർഡ്സ് ഉൾപ്പെടെ 3 മേഡറാണ് നീയൊക്കെ കൂടെ ചെയ്തിട്ടുള്ളത്. ഇന്നോ നാളെയോ പോലീസുകാർ എൻ്റെ അടുക്കലെത്തും. നിങ്ങളുടെ പേര് ഒറ്റിക്കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നും പറഞ്ഞാണ് റെഡ് ഫൂട്ട് അങ്ങ് പോകുന്നത്. ചുരുക്കി പറഞ്ഞാ പെട്ടു. അങ്ങനെ ഈ സമയത്താണ് കഥ വീണ്ടും പ്രസന്റിലോട്ട് വരുന്നത്. ഏജന്റ് ബെയർ ഏജന്റ് കുയാനെ കാണാൻ വരുന്നു. എന്നിട്ട് ഹംഗേറിയൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഹംഗേറിയൻ മോബ് കുറച്ച് അർജന്റീനിയൻസുമായിട്ടായിരുന്നു ഡീൽ. പക്ഷെ ആ ഡീൽ എന്താണെന്നോ ഏതാണെന്നോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹംഗേറിയൻക്ക് അറിയില്ല. അതുമാത്രമല്ല, 91 മില്യൺ, അത്രയും വലിയ തുക മയക്കുമരുന്നിനല്ലെങ്കിൽ പിന്നെ എന്തിനായിരിക്കും? അതേപോലെ തന്നെ ഇവർക്കിടയിലോട്ട് വന്ന കൈസർ സോസെ. ഇതൊക്കെ കേട്ടപാട് കുയ്യാൻ വേഗം തന്നെ വെർബലിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഡാ വെർബലെ, ഈ കൈസർ സോസേനെ കുറിച്ച് നിനക്ക് എന്തേലും അറിയോ? ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് പെരുമാറുന്നത്. എല്ലാവർക്കും ഭയം വരുത്തുന്ന ഒരു പേര്. ചിലരവനെ ചെകുത്താൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു. ആരാണ് കൈസർ സോസെ? അങ്ങനെ വെർബൽ കഥയുടെ ബാക്കി പറയാൻ തുടങ്ങുന്നു. ലോയറിന് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ ടീം. അങ്ങനെ അയാൾ വന്നു. അയാളുടെ പേരാണ് കൊബായാഷി. ഈ കൊബായാഷിക്ക് പറയാനുണ്ടായിരുന്നത് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ പേര് കൊബായാഷി. എൻ്റെ ബോസിന് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊരു ഓർഡറാണ്. താനും തൻ്റെ ബോസും ആരാ ഞങ്ങൾക്കിട്ട് ഓർഡർ തരാൻ? എൻ്റെ ബോസിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൈസർ സോസെ. ഇത് കേട്ടേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ചില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വെർബലിനാണെങ്കിൽ ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. അങ്ങേർക്കറിയില്ല ആരാണ് കൈസർ സോസെ എന്നുള്ളത്. 1981 കീറ്റൺ ഒരു ട്രക്ക് ഹൈജാക്ക് ചെയ്തു, അതും കൈസർ സോസയുടെ. പക്ഷെ നിങ്ങൾക്കോ സാധനം ഷിപ്പ് ചെയ്തവർക്കോ അറിയില്ല നിങ്ങൾ കൊള്ളയടിക്കുന്ന സാധനം സാക്ഷാൽ കൈസർ സോസയുടെ ആയിരുന്നു എന്ന്. ഇതേപോലെ തന്നെ മെക്മാനസ് ആൻഡ് ഫെൻസ്റ്റർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തത്. അവിടെയും ഇതേ സെയിം അവസ്ഥയാണ്. നിങ്ങൾക്കും അറിയണ്ടായിരുന്നില്ല അതെല്ലാം കൈസർ സോസയുടെ ആയിരുന്നു എന്ന്. പിന്നെ ടോഡ് കുറച്ച് ദിവസം മുന്നെയാണ് ഗൺ പാർട്സ് അടങ്ങുന്ന ഒരു ട്രക്ക് ഹൈജാക്ക് ചെയ്ത്, അതും കൈസർ സോസയുടെ. അതായത് സിനിമയുടെ തുടക്കത്തിൽ കണ്ട അതേ കേസ്. ഇനിയുള്ളത് കൈസർ സോസേനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത വെർബലാണ്. എന്നാൽ അവൻ നടത്തിയെന്ന് പറയുന്ന സ്കാം പോലും കൈസർ സോസയ്ക്കെതിരായിരുന്നു. ചുരുക്കി പറഞ്ഞ ഇവർ ചെയ്യുന്നതെല്ലാം കൈസർ സോസയ്ക്കെതിരായിരുന്നുവെന്ന് ഇവർക്ക് പോലും അറിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം അവരെ കൊല്ലാണ്ട് വിട്ട്. പക്ഷെ ഇപ്പോൾ കൈസറിനൊരു തോന്നൽ വന്നു, ഇത്രയും കൊള്ളയടിച്ച് ഇവന്മാരെ കൊണ്ട് അങ്ങേർക്ക് വേണ്ട കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതുകൊണ്ടാണ് കൈസറിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, സിനിമയുടെ തുടക്കത്തിൽ കണ്ട ചോദ്യം ചെയ്യൽ കൈസർ സോസയുടെ പ്ലാനായിരുന്നു, ഈ 5 പേരെയും ഒരുമിപ്പിക്കാൻ വേണ്ടി. അതുമുതൽ അവൻ വരച്ച പ്ലാൻ പ്രകാരമാണ് ഓരോ കൊട്ടേഷൻസും ഇവർ പൂർത്തീകരിച്ചിരുന്നത്. എമറാൾഡ്, റെഡ് ഫൂട്ട്, മോഷണം എന്ന് വേണ്ട സകലതും. അങ്ങനെ കൊബായാഷി പറയാണ്, നിങ്ങൾക്ക് വേണ്ടി കൈസർ ഒരു ജോബ് തയ്യാറാക്കിയിട്ടുണ്ട്. കൈസറിന് ഈ മയക്കമരുന്ന് കച്ചവടത്തിൽ ഇപ്പം ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് അർജന്റീനിയൻസ് അവനുമായിട്ട് കോമ്പറ്റീഷനിലാണ്. 91 മില്യൺ വെറുത്ത് വരുന്ന മയക്കുമരുന്ന് ഡീലാണ് അർജന്റീനിയൻസും ഹംഗേറിയൻസും കൂടെ നടത്താൻ പോകുന്നത്. അതും ഒരു കപ്പലിൽ വെച്ച്. അങ്ങോട്ട് പോവുക, ആ ഡ്രഗ്സ് നശിപ്പിക്കുക, എല്ലാത്തിനെയും കൊന്നുകളയുക. അവർ കൊണ്ടുവരുന്ന 91 മില്യൺ നിങ്ങൾക്ക് സ്വന്തം. പക്ഷെ ആ കപ്പൽ നിറച്ചും ഗുണ്ടകളായിരിക്കും. അവരെ കൊല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ആരൊക്കെയാണ് ജീവനോടെ പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. ആരാണോ ജീവിക്കുന്നത് അവർക്ക് സ്വന്തം ഞാൻ പറഞ്ഞ 91 മില്യൺ. പിന്നെ ഇതിൽ നിന്ന് പിന്മാറി ഓടാൻ ശ്രമിച്ചാൽ കൈസർ സോസെ ഇനി ക്ഷമിക്കുമെന്ന് വിചാരിക്കണ്ട എന്നും പറഞ്ഞ് ഒരു സ്യൂട്ട് കേസും കൊടുത്തങ്ങ് പോകുന്നു. ആ സ്യൂട്ട് കേസിനകത്ത് ഓരോരുത്തരുടെ പേരെഴുതി വെച്ച ഫയലുകളുണ്ട്. തൻ്റെ 18 വയസ്സ് മുതൽ ഇത്രയും കാലം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ആരാണ്, എന്താണ്, എന്തൊക്കെ ചെയ്തു, ഈവൻ ഫാമിലിയെക്കുറിച്ചടക്കം ആ ഫയലിനകത്ത് എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ എൻ്റയർ ലൈഫ് എന്താണെന്ന് കൈസർ സോസയ്ക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ കണ്ട് ഇവരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ആരും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൈസർ. പണിയെടുക്കുന്നവർക്ക് പോലും അറിയില്ല അവർ പണിയെടുക്കുന്ന കൈസറിന് വേണ്ടിയിട്ടാണ്. അത്രയും ഹൈലി സീക്രട്ട് ആയിട്ടുള്ളൊരു മനുഷ്യൻ. അതാണ് കൈസർ സോസെ. അതാണ് അയാളുടെ പവർ. ഈവൻ പോലീസിന് പോലും ആരാണ് കൈസർ എന്നുള്ളത് അറിയില്ല. ഒരു ഡെവിളിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്നറിയോ? അവർ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യലാണ്. അത് തന്നെയാണ് കൈസറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഹീസ് എ ഡെവിൾ. അങ്ങനെ ഈ ചെകുത്താനെക്കുറിച്ച് വെർബൽ ബാക്കിയുള്ളവരോട് ചോദിക്കുന്നു. അവർക്കറിയാവുന്നൊരു കഥ അവരങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. കൈസർ സോസെ ആരും അല്ലാതിരുന്നൊരു സമയത്ത് അധോലോകം ഭരിച്ചിരുന്നത് ഹംഗേറിയൻ മോബായിരുന്നു. അവർക്കറിയായിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് കൈസർ അവർക്ക് ഭീഷണിയായിട്ട് മാറുന്നു. സോ കൈസറിനെ ഇല്ലാണ്ടാക്കാൻ, ബിസിനസ് എല്ലാം കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി ഹംഗേറിയൻ മോബ് കൈസറിൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചു. അങ്ങേരുടെ വൈഫിനെ റേപ്പ് ചെയ്തു. അയാളുടെ മുമ്പിൽ വെച്ച് മകനെ കൊന്നുകളഞ്ഞു.
എന്നാൽ അയാൾ തളർന്നില്ല. തൻ്റെ വിൽ പവർ എന്താന്ന് അവർക്കങ്ങ് കാണിച്ചു കൊടുത്തു. 3 ഹംഗേറിയൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരാളെ മാത്രം ബാക്കി വെച്ച് തൻ്റെ ഫാമിലിനുൾപ്പെടെ അങ്ങ് കൊന്നുകളയുന്നു. തൻ്റെ ഫാമിലി ഇല്ലെങ്കിൽ പോലും അയാൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്ത രാക്ഷസനാണ് കൈസർ സോസെ. എന്നാൽ അയാൾ അതുകൊണ്ടൊന്നും നിർത്തിയില്ല. ഹംഗേറിയൻ മോബ്സിനെ വേട്ടയാടാൻ ആരംഭിച്ചു. അവരുടെ ഭാര്യമാര്, മക്കള്, പേരൻസിന്റെ പേരൻസ്, ഫ്രണ്ട്സ്, അവർ വർക്ക് ചെയ്തിരുന്ന കടക്കാര്, എന്തിന് കാശ് കടം കൊടുക്കാനുള്ളവരെ അടക്കം ചാരമാക്കി മാറ്റുന്നു കൈസർ. അതാണ് അയാളുടെ പ്രതികാര രീതി. ഈ സംഭവത്തിന് ശേഷം കൈസറിനെ ആരും കണ്ടിട്ടില്ല. ഈ കഥകളും കൈസറും ഒരു മിത്തായിട്ട് മാറി. ഇതെല്ലാം കേട്ടിട്ട് കുയ്യാനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. ഈ സമയത്താണ് വെർബൽ ഒരു കാര്യം പറയുന്നത്. ആ കപ്പലിനകത്ത് കയറിയവരാരും ഇന്ന് ജീവനോടെ ഇല്ല. ആകെക്കൂടെ ബാക്കിയുള്ളത് ഞാൻ മാത്രമാണ്. സോ കൈസർ സോസെ എപ്പോഴെങ്കിലും ഈ സ്റ്റേഷനിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതെന്നെ തീർക്കാനായിരിക്കും. ഇതേ സമയം ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. കൈസറിനെ വരയ്ക്കുന്ന ദൗത്യം തകൃതിയായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ വെർബൽ കഥയുടെ ബാക്കി പറയുന്നു. ഓരോരുത്തരും കൈസറിനെ കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് ഫെൻസ്റ്റർ ഒളിച്ചോടാൻ നോക്കി. അവൻ എവിടെയാന്ന് ഒരു പിടുത്തുമില്ല. അപ്പോഴാണ് കൊബായാഷിയുടെ കോള് വന്നത്. ഒളിച്ചോടാൻ നോക്കിയ ഫെൻസ്റ്ററിന്റെ ശവം എവിടെയാണ് ചത്ത് മലച്ച് കിടക്കുന്നതെന്ന് പറയാൻ. സോ ഇതിന്ന് പിന്മാറാൻ നോക്കിയാൽ കൈസർ സോസെ കൊന്നുകളയും. ഫെൻസ്റ്ററിന്റെ ബോഡി ആ കടൽ തീരത്ത് മറവ് ചെയ്യാന്നല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ കണ്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് എല്ലാവരും. ആ ഒരൊറ്റ പോയിന്റ് വെച്ച് കീറ്റൺ ഒരു തീരുമാനമെടുത്തു. ഈ കളി അവസാനിപ്പിക്കാൻ. അതിന് കൈസറിനെ കിട്ടണം. കൈസറിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊബായാഷിയെ പിടിക്കണം. അങ്ങനെ കൊബായാഷിക്ക് ഒരു കെണി വെക്കുകയാണ് കീറ്റണും സംഘവും കൂടെ. അതും അയാളുടെ ബിൽഡിങ്ങിൽ കയറിയിട്ട് പോകുന്നു. ആരും അറിയാണ്ട് സൈലൻസർ ഘടിപ്പിച്ച ഗണ്ണുകൊണ്ട് കൊബായാഷിയുടെ ബോഡി ഗാർഡ്സിനെ മെക്മാനസ് അങ്ങ് ഇല്ലാണ്ടാക്കുന്നു. എന്നിട്ട് കീറ്റന്റെ അടുത്തോട്ടാണ് കൊബായാഷിയെ കൊണ്ടുപോകുന്നത്. അയാൾക്ക് അപ്പോഴും പറയാനുള്ളത് കൈസർ സോസേനെ കുറിച്ചാണ്. ഇത് കേട്ട് ഭ്രാന്ത് കയറുകയാണ് കീറ്റന്. കൈസറുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. ഞങ്ങൾ എന്ത് പറയുന്നോ അത് മര്യാദക്ക് കേൾക്കുക, മനസ്സിലായല്ലോ? നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെ എന്തേലും ചെയ്താ കീറ്റൺ, നിന്റെ ലീന ഇതേ ബിൽഡിങ്ങിൽ വെച്ച് കൊല്ലപ്പെടും. പുള്ളിക്കാരത്തി ഒരു ഫേമസ് ക്രിമിനൽ ലോയർ ആണല്ലോ. അതുകൊണ്ട് ഒരു കേസിന്റെ ആവശ്യത്തിനാന്നും പറഞ്ഞ് ഇന്നലെ തന്നെ കൈസർ ലീനയെ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ലീനേനെ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടേക്ക് കീറ്റനാണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ലീനയുടെ കൂടെ കൈസറിൻ്റെ ഒരു ബോഡി ഗാർഡ് ഉണ്ട്. അയാൾ എപ്പോൾ വേണേലും ലീനേനെ അങ്ങ് തീർക്കും. ലീനയുടെ ലൈഫിന് മാത്രമല്ല ഭീഷണി. മെക്മാനസിൻ്റെ നെഫ്യൂ, വെർബലിൻ്റെ അങ്കിള്, ടോഡിൻ്റെ അച്ഛൻ, അങ്ങനെ എല്ലാവരും ഹൈ റിസ്കിലാണ്. സോ ഇനി ഒരേ ഒരു ഓപ്ഷൻ മാത്രം. കൈസർ സോസയ്ക്ക് വേണ്ടി 91 മില്യൺ വെറുത്തു വരുന്ന മയക്കമരുന്ന് നശിപ്പിക്കുക, കപ്പൽ കത്തിക്കുക. ഇതല്ലാതെ അവർക്ക് വേറെ മാർഗവുമില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഹാർബറിലോട്ട് പോകുന്നു. ഇന്നാണ് ഡീല് നടക്കാൻ പോകുന്നത്. ആ കപ്പലിന് ചുറ്റും ഹംഗേറിയൻസ് ആണ്. ഇവരുടെ പ്ലാൻ പ്രകാരം മെക്മാനസ് സ്നൈപ്പറും കൊണ്ട് റെഡിയായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ വെർബലും കീറ്റണും. ടോഡാണേലോ പൈസ വരുന്നത് വാച്ച് ചെയ്യുന്നു. വാച്ച് ചെയ്യാന്ന് മാത്രമല്ല, എക്സ്പ്ലോസീവ്സിൽ ക്യാമനായ ടോഡ് ഒരു ബോംബാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ 91 മില്യണുമായിട്ട് അർജന്റീനിയൻസ് ഹാർബറിലെത്തുന്നു. ഈ സമയത്താണ് കീറ്റൺ വെർബലിനോടൊരു കാര്യം പറയുന്നത്. വെർബൽ, നീ അകത്തോട്ട് വരണ്ട. ചിലപ്പോൾ ഞങ്ങളാരും ജീവനോടെ പുറത്തു വരില്ല. അങ്ങനെ വരാതായാൽ ഈ പൈസയും കൊണ്ട് നീ എത്രയും വേഗം ലീനയുടെ അടുക്കലോട്ട് പോകണം. അവൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. നൈസായിട്ട് ചൂളും വലിച്ച് ആ ഗുണ്ടകളുടെ ഇടയിലോട്ട് അങ്ങ് പോവുകയാണ് കീറ്റൺ. സ്നൈപ്പറും കൊണ്ട് മെക്മാനസ് റെഡി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഗുണ്ടകളാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് ടോഡ് വെച്ച ബോംബ് അങ്ങ് ബ്ലാസ്റ്റ് ആവുന്നത്. ആ ഒരു കറക്റ്റ് സമയം നോക്കി ഷൂട്ട് ഔട്ട് ആരംഭിക്കുന്നു. തന്റെ 2 പോക്കറ്റിൽ നിന്നും ഗണ്ണുകൊടുത്ത് അങ്ങ് പൊട്ടിക്കുകയാണ് കീറ്റൺ. അവനെ സഹായിക്കാൻ മെക്മാനസും. ഇതേ സമയം ടോഡ് ഷിപ്പിന്റെ മേളിലുള്ളവരെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെക്മാനസ് ഒരു കയറും പിടിച്ച് കപ്പലിലോട്ട് കയറുന്നു. കയറാന്ന് മാത്രമല്ല, അവനും കീറ്റണും കൂടെ ഓരോരുത്തരെയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. 10-20 ആൾക്കാരുണ്ട് അതിനകത്ത്. ഈ സമയത്താണ് ടോഡ് ക്യാഷ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് അവൻ്റെ വയറിലോട്ടങ്ങ് ബുള്ളറ്റ് കയറുന്നത്. അതും കൈസർ സോസയുടെ വക. ഇതെല്ലാം കണ്ട് പേടിച്ചുറച്ചിരിക്കുകയാണ് വെർബൽ. അവനാകെ സ്റ്റെക്കാവുന്നു. പക്ഷെ അപ്പോഴും കൈസറിൻ്റെ മുഖം വ്യക്തമല്ല. കീറ്റനാണെങ്കിൽ പുറത്ത് കടക്കരുതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ വെർബൽ മിണ്ടാതിരിക്കുന്നു. ഇനിയാണ് യഥാർത്ഥ ദൗത്യം, മയക്കമരുന്ന് ഇല്ലാതാക്കുക. എന്നാൽ എത്ര തെരഞ്ഞിട്ടും കപ്പലിനകത്ത് മയക്കമരുന്ന് കാണുന്നില്ല. പിന്നെ എന്തിനായിരിക്കും കൈസർ അവരെ ആ കപ്പലിലോട്ട് അയച്ചിട്ടുണ്ടാവുക? എന്തിനായിരിക്കും ഈ 91 മില്യൺ? ഈ സമയത്താണ് കഥ നേരെ പ്രസന്റിലോട്ട് വരുന്നത്. ഏജന്റ് ബെയർ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. വെള്ളത്തിൽ നിന്നൊരു ബോഡി കിട്ടി, അതും മാർക്കസിന്റെ ബോഡി. ഇപ്പറഞ്ഞ മാർക്കസ് അർജന്റീനയിലെ ഒരു പേരുകേട്ട സ്മഗ്ലറാണ്. അവൻ എങ്ങനെ ആ കപ്പലിൽ വന്നു? അങ്ങനെ വെർബൽ കഥയുടെ ബാക്കി പറയുന്നു. കീറ്റൺ ആൻഡ് മെക്മാനസ് എത്ര തെരഞ്ഞിട്ടും ഡ്രഗ്സ് കണ്ടെത്താനായില്ല. എന്നാൽ ആ കപ്പലിനകത്ത് വേറൊരാളുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ മാർക്കസ്.
എന്നാൽ കൈസർ അവനെയും കൊന്നുകളയുന്നു. എന്നാൽ മരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പ്ലീസ് എന്നെ കൊല്ലരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കീറ്റൻ വെർബലിനോട് പൈസയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ പറയുന്നത്. ഇത് കേട്ടേക്ക് വെർബൽ വേഗം തന്നെ വണ്ടിയെടുക്കാൻ പോകുന്നു. അപ്പോഴാണ് മെക്മാനസിനെ അങ്ങ് ഇല്ലാതാക്കുന്നത്. അതിനു പിന്നിലും കൈസറാണ്. അങ്ങനെ ഈ സമയത്താണ് വെർബൽ ഒരു ഗൺഷോട്ടിന്റെ സൗണ്ട് കേൾക്കുന്നത്. കീറ്റന്റെ അലർച്ചയും നോക്കുമ്പോണ്ട് ഒരു കറുത്ത സ്യൂട്ടും ധരിച്ച് ചെകുത്താൻ നേരിട്ട് വന്നിരിക്കുന്നു. സാക്ഷാൽ കൈസർ സോസെ. പക്ഷെ അപ്പോഴും മുഖം വ്യക്തമല്ല. ഇതൊക്കെ കണ്ടിട്ട് അവനാണെങ്കിൽ കിളി പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ കൈസർ ഗണ്ണെടുക്കുന്നു, പൊട്ടിക്കുന്നു, കീറ്റനെ തീർക്കുന്നു. ഒരു മറയിലിരുന്നുകൊണ്ടാണ് ഇതെല്ലാം അങ്ങേര് കാണുന്നത്. അങ്ങനെ കഥ പറച്ചിൽ കഴിഞ്ഞു. ഈ സമയത്താണ് ഏജന്റ് കുയാൻ ഒരു കാര്യം ചോദിക്കുന്നത്. അന്ന് കപ്പലിലുണ്ടായിരുന്ന മാർക്കസിനെ കുറിച്ച് നിനക്ക് എന്തേലും അറിയോ? ഇല്ല, അവനൊരു സ്മഗ്ലറാണ്, ഒരു അർജന്റീനക്കാരൻ. അവൻ മാത്രമാണ് കൈസർ സോസേനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഇതറിഞ്ഞ ഹംഗേറിയൻസ് 91 മില്യൺ കൊടുത്ത് അവനെ വാങ്ങാനൊരുങ്ങുന്നു. കുറച്ചു മുമ്പ് ഹംഗേറിയൻസിന്റെ കുടുംബത്തെ തീർത്ത കൈസറിന്റെ കഥ നീ പറഞ്ഞിരുന്നല്ലോ. അതേ ഹംഗേറിയൻസ്. കൈസർ ആരാന്നറിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് മാർക്കസ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ആ കീറ്റൺ മരിക്കുന്നത് നീ ശരിക്ക് കണ്ടോ? അങ്ങനെ ചോദിച്ചാ മരിക്കുന്നത് കണ്ടില്ല, കൈസർ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു, ഗൺഷോട്ടിന്റെ സൗണ്ടും കേട്ടു. എടാ മണ്ട, ഇപ്പൊ പറഞ്ഞ മാർക്കസ് ഉണ്ടല്ലോ, അങ്ങേർക്ക് മറ്റൊരു രാജ്യത്തോട്ട് പോകാനുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്തു കൊടുത്ത് ആരാന്നറിയോ? ക്രിമിനൽ ലോയറായ വൺ ആൻഡ് ഓൺലി ലീന. നീ പറഞ്ഞ കഥയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കോബായാഷി എന്ന ലോയർ ഏതോ കേസിന്റെ കാര്യത്തിനാന്നും പറഞ്ഞ് ലീനേനെ വിളിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നീ കണ്ടിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞ മാർക്കസിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഒറ്റയടിക്ക് ഹംഗേറിയൻസിനെ തീർക്കാൻ വേണ്ടി കൈസർ കണ്ടെത്തിയൊരു പ്ലാൻ. അതിനുവേണ്ടി ലീനേനെ യൂസ് ചെയ്യുന്നു. ലീന വഴി മാർക്കസിനെ കൊണ്ട് തന്നെ ഹംഗേറിയൻസുമായിട്ടൊരു ഡീല് വെക്കുന്നു. ആൻഡ് ഈ ലീന നിന്റെയൊക്കെ കീറ്റന്റെ വൈഫും. ചുരുക്കി പറഞ്ഞാൽ മയക്കമരുന്ന് ഡീൽ ഇല്ലാണ്ടാക്കാനല്ല നീയൊക്കെ കൂടെ കപ്പലിലോട്ട് പോയത്. മാർക്കസ് എന്ന് പറയുന്ന കൈസർ സോസേനെ ചൂണ്ടിക്കാട്ടാൻ കെൽപ്പുള്ള ഒരു സ്മഗ്ലറിനെ കൊല്ലാനാ. പക്ഷെ അങ്ങേർക്കത് ഒറ്റയ്ക്ക് കഴിയില്ല. സോ ഇത് ചെയ്യാൻ കഴിയുന്ന തൻ്റെ കൂടെയുള്ള കുറച്ച് കള്ളന്മാരെ ഇതിലേക്ക് പിടിച്ചിടുന്നു. അതായത് നിന്റെയൊക്കെ കീറ്റനാണ് കൈസർ സോസെ. അവൻ മരിക്കുന്നതോ അവൻ്റെ ബോഡിയോ ആരും കണ്ടിട്ടില്ല. വെറും വെടിശബ്ദം മാത്രമാണ് നീ കേട്ട്. നിനക്കുറപ്പിക്കാൻ പറ്റുമോ കീറ്റൺ മരിച്ചുവെന്ന്? ഇതൊക്കെ കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ കിളി പറന്നിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, പുള്ളിക്കാരനിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങേർക്ക് അത്രയും വിശ്വാസമായിരുന്നു കീറ്റണെ. അല്ല, അപ്പം അയാൾ എന്തിനു വേണ്ടിയിട്ടാ എന്നെ മാത്രം വെറുതെ വിട്ട്? ലീനക്ക് ക്യാഷ് എത്തിച്ചു കൊടുക്കാനാ? ഒരിക്കലുമല്ല. കാരണം ലീന ഇന്നലെ രാത്രി തന്നെ കൊല്ലപ്പെട്ടു. കൈസർ സോസേക്ക് അവളും ഒരു ഭീഷണിയായിരുന്നല്ലോ. പിന്നെ നിന്നെ വെറുതെ വിടാൻ കാരണം നീയൊരു മണ്ടനായതുകൊണ്ടാ, വികലാംഗനായതുകൊണ്ടാ. നിന്നെ വെറുതെ വിട്ടാൽ മാത്രമേ ഈ കഥകളെല്ലാം നീ പോലീസിനോട് പറയുള്ളൂ. അതിലൂടെ അവൻ കീറ്റന്റെ അധ്യായം ഇല്ലാണ്ടാക്കും. ഇതാണ് സംഭവം. ഇയാളാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടാകെ കയ്യിന്ന് പോകുന്നു. അങ്ങനെ വെർബലിനെ പോലീസുകാരങ്ങ് പറഞ്ഞുവിടുന്നു. അയാൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തൂല്ല. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ വെർബലിനെ കീറ്റൺ കൊല്ലോ ഇല്ലേ ഒന്നും അറിയില്ല. അങ്ങനെ വെർബൽ പോകുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. കൈസർ സോസയുടെ രേഖാചിത്രം റെഡിയായെന്ന് മാത്രമല്ല, അതങ്ങ് ഫാക്സ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജന്റ് കുയാൻ സ്റ്റേഷനകത്തുള്ള പോസ്റ്റേഴ്സ് എല്ലാം ചുമ്മാ ഒന്ന് വായിച്ചു നോക്കുന്നത്. അപ്പോഴാണ് ആ മാരക ട്വിസ്റ്റ് അങ്ങ് റിവീലാവുന്നത്. വെർബൽ ഇത്രയും നേരം പറഞ്ഞ കഥകൾ, അവന്റെ കഥയിലെ ചില കഥാപാത്രങ്ങൾ, സ്ഥലങ്ങൾ എന്ന് വേണ്ട സകലതും നല്ല പക്ക ഫേക്കാണ്. കഥയുടെ 3/4 ഭാഗവും ശരിയാണ്. എന്നാൽ റെഡ് ഫുഡ്, അതേപോലെ സ്ഥലങ്ങൾ, ഇതെല്ലാം അവൻ ഈ പോസ്റ്റേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങേര് കുടിക്കുന്ന കോഫി കപ്പിന്റെ അടിയിലുള്ള പേരാണ് കോബായാഷി. ചുരുക്കി പറഞ്ഞ കീറ്റൺ, മെക്മാനസ്, ഫെൻസ്റ്റർ, ടോഡ്, ലീന ഇവർ മാത്രമാണ് ശരിയായിട്ടുള്ള കഥാപാത്രങ്ങൾ. അതേപോലെ വെർബൽ അവരുടെ കൂടെ നിന്ന് അവർക്കിട്ട് പണിയായിരുന്നു. ഈ സമയത്താണ് വെർബലിനെ കാണിക്കുന്നത്. ഒരു വികലാംഗനായ വെർബൽ അവൻ്റെ കൈയും കാലും അങ്ങ് ശരിയാക്കുന്നു. ഇത്രയും നേരം കോബായാഷി എന്നും പറഞ്ഞ് നമ്മളെ പറഞ്ഞു പറ്റിച്ച ലോയർ അങ്ങോട്ട് വരുന്നു. വെർബലിനെ സേഫായിട്ട് കൊണ്ടുപോകുന്നു. ആൻഡ് കൈസർ സോസയുടെ രേഖാചിത്രം സ്റ്റേഷനിലെത്തി. അത് വേറെ ആരുമല്ല, ഇത്രയും നേരം ഇല്ലാത്ത കഥകളും പറഞ്ഞ് പോലീസുകാരെ മണ്ടന്മാരാക്കിയ അതേ വെർബൽ, സോറി കൈസർ സോസെ. തന്നെ അറിയുന്ന മാർക്കസിനെ കൊല്ലാൻ വേണ്ടി കൈസർ ഉണ്ടാക്കിയെടുത്തൊരു പ്ലാൻ. അതിനുവേണ്ടി കോബായാഷി പറഞ്ഞതുപോലെ കൈസറിനിട്ട് പണിഞ്ഞ കള്ളന്മാരെ ഒരുമിച്ച് കൂട്ടുന്നു. അതിൻ്റെ ഇടയിൽ വെർബലായിട്ട് സാക്ഷാൽ കൈസറും. പിന്നീട് കൈസർ വരച്ച പ്ലാൻ പ്രകാരമാണ് എല്ലാ നീക്കവും നടത്തിയിട്ടുള്ളത്. ഇവിടെ കുയാനാണെങ്കിൽ വെർബലിനെയും തെരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ചെകുത്താൻ മാഞ്ഞു പോകുന്നത് പോലെ അവനും പോകുന്നു. ഈ ട്വിസ്റ്റോടുകൂടെയാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.